സ്റ്റുഡൻസ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th ക്ലാസ് മാത്സ് ചാപ്റ്റർ 2 വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്. അപ്പോൾ 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വൺ ഫ്രാക്ഷൻ മെനി ഫോംസ്, ക്ലാസ് 6 മാത്സ് ചാപ്റ്റർ 2. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ നമ്മൾ പറയുന്നത് പേജ് നമ്പർ 24-26 ആണ് വർക്കാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പം ന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സർക്കിൾ വരച്ചു. ഇതൊരു കേക്കാന്ന് വിചാരിക്കുക. ഇതിനെ നമ്മൾ ഹാഫ് ആക്കാണ്, പകുതി ആക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം, രണ്ടായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെ പകുതി മുറിച്ചു. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയ പങ്ക് എത്രയാണെന്ന് ഞാൻ എങ്ങനെയാണ് ഫ്രാക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്യാം? ഇവിടെ മൊത്തത്തിൽ എത്ര ഉണ്ട്? ടോട്ടൽ ഇവിടെ എത്രയുണ്ട്? 2 പീസസ് ആണുള്ളത് അല്ലേ, 2 പാർട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇവിടെ 2 ഭാഗമുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയതാണ് ഞാൻ പറയേണ്ടത്. എനിക്ക് കിട്ടിയത് എന്താണ്? അതിൽ ഒരു പീസാണ്. അപ്പം 1/2. 1/2 എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഹാഫ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഇത് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഒരു കേക്കാണ്, 4 ആൾക്കാരുണ്ട്, 4 ഈക്വൽ പാർട്ടാക്കണം. അപ്പോൾ എനിക്ക് കിട്ടിയ പീസ് എത്ര എന്നാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 ഈക്വൽ പാർട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പാർട്ട് ആയിരിക്കുമല്ലേ കിട്ടിയിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് ഫ്രാക്ഷനിൽ റെപ്രസെൻ്റ് ചെയ്യുക? ആകെ നമ്മൾ ചെയ്യേണ്ടത്, ആകെ എത്ര പാർട്സ് ഉണ്ട് നോക്കുക. 1 2 3 4. അപ്പോൾ 4 ആണുള്ളത്, ടോട്ടൽ 4 ആണ്. പക്ഷെ എനിക്ക് കിട്ടിയ എത്രയാണ്? ഒരു പാർട്ടാണ്. അപ്പോൾ 1/4. അപ്പം 1/4 എന്നാണ് പറയുക. അപ്പോൾ ഇത് എങ്ങനെയാണ്? 1/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്താണ്? 250 ഗ്രാം ആണ് ഉള്ളത് അല്ലേ. 1 കിലോ കേക്ക് ആണെച്ചാൽ അതിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 250 ഗ്രാം ആണ് ഉള്ളത്. ഇനി ഒരു 400 ഗ്രാം ഉള്ള വെച്ചാൽ 1/4 കിട്ടി എന്ന് പറഞ്ഞിട്ട് അതൊരു 100 ഗ്രാമാണ്. 100 100 100 100 അങ്ങനെ 4 ആയി. അതായത് 4 ഒരു ഭാഗമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ പേജ് നമ്പർ 24 പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഫ്രാക്ഷൻ സ്പെസിഫൈഡ് ബിലോ. ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 25. അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ, ഇവിടെ 1/2ന് നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് എന്താ വേണ്ടത്? 24 ആണ് വേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ വരുന്നതാണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ 2നെ നമ്മൾ 24 ആക്കാൻ, 2നെ നമ്മൾ 24 ആക്കാൻ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്? 12 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ അല്ലേ. 2 × 12 ആണ് 24. 2നെ 12 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ആണ് നമുക്ക് 24 കിട്ടിയത്. അപ്പോൾ ഇതിലെങ്ങനെയാ ഫ്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ 12 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഇതും നമ്മൾ എന്ത് ചെയ്യണം? 12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 12 12/24. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആൻസർ ഉണ്ട്. ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 25 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എത്രയാണ്? 12/24. അതെങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. 2നെ 12 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? ന്യൂമറേറ്ററിനെയും 12 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 12/24 12/24 കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫോം ഓഫ് 1/2 വിത്ത് ന്യൂമറേറ്റർ 25. ഓക്കെ, അപ്പോൾ 1/2 നമ്മളിവിടെ എഴുതി. ന്യൂമറേറ്റർ 24 ആണ് വേണ്ടത്. ന്യൂമറേറ്റർ 24 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ എന്തായിരിക്കും? ഓക്കെ, 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്? 24 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. 1 × 24 = 24. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ കിട്ടാൻ എന്തുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം? ഒരേ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. 2 × 24. അപ്പോൾ നമ്മൾ 2നെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2നെയും നമ്മൾ 24 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പം കിട്ടിയത് എത്രയാണ്? 48. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 24/48. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് നോക്കൂ. ദ ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24. അപ്പോൾ നമ്മൾ പറഞ്ഞ സംഖ്യ അവിടെ എഴുതാം. 1/3 നമ്മൾ എഴുതി.
ഇനി ഡിനോമിനേറ്റർ 24 ആണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഡൗണിൽ താഴെ വരുന്ന സംഖ്യ. അപ്പോൾ ഡിനോമിനേറ്റർ 24 ആണ് വേണ്ടത്. ഓക്കെ, 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക? നമുക്കറിയാം 1 ഇൻറ്റു 8 8, 2 ഇൻറ്റു 8 16, 3 ഇൻറ്റു 8 24. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ്? 8 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 24 കിട്ടുക. അപ്പം നമ്മൾ 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 8 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. 1 ഇൻറ്റു 8 8/2 24. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 8/24. അതെങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. 3 ആണ്. 3നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 24 കിട്ടുക. അതുകൊണ്ട് നമ്മൾ 1നെയും 8 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു 8 8/24. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 24. ഇപ്പൊ ന്യൂമറേറ്റർ ആണ് പറഞ്ഞത്, അത് ശ്രദ്ധിക്കണം. 1/3 ന്യൂമറേറ്റർ ആണ് 24 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക? 24 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 24 കിട്ടുക. അപ്പോൾ നമ്മൾ 3നെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 24 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 24 ഇൻറ്റു 3 എത്രയാണ്? 4 ഇൻറ്റു 3 12. അതിൽ ബാലൻസ് 1 ഇവിടെ വെച്ചു. 2 ഇൻറ്റു 3 6, 6 പ്ലസ് 1 72. അപ്പോൾ 24/72. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. നാലാമത്തെ ആൻസർ എന്താണ്? 24/72. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോം ഓഫ് 1/4 വിത്ത് ന്യൂമറേറ്റർ 100. എഗെയിൻ ന്യൂമറേറ്റർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ മേലുള്ളത്. ഓക്കെ, 100 ആണ്. അപ്പോൾ 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക? 1നെ എന്തുകൊണ്ട് ആ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക? അപ്പോൾ 1 ഇൻറ്റു 100 100. അപ്പോൾ നമ്മൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 100 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു 100 അറിയാം, 400. അപ്പോൾ ആൻസർ എത്രയാണ്? 100/400. 100/400. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/4. 1/4ൻ്റെ 3 ഡിഫറൻസ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ 1/4 ആണ്. 1/4 3 ഡിഫറൻസ് ഫോമാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ? 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1/4 2നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 1 ഇൻറ്റു 2 2, 4 ഇൻറ്റു 2 8. ഓക്കെ, ഇനി നമ്മൾ 1/4നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 3/3. 1 ഇൻറ്റു 3 3, 4 ഇൻറ്റു 3 12. ഓക്കെ, ഇനി നമ്മൾ 2ഉം 3 കഴിഞ്ഞ് 4 തന്നെ എടുക്കാം. 1/4 ഇൻറ്റു 4/4. 1 ഇൻറ്റു 4 എത്രയാണ്? 4. ഓക്കെ, 4 ഇൻറ്റു 4 16. ഒന്നുമില്ല, അതിന് ഒരേ നമ്പർ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുക. താഴെ ഇൻറ്റു ചെയ്യുന്ന നമ്പർ കൊണ്ട് തന്നെ മേലെ ഇൻറ്റു ചെയ്യണം. അത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. വേറെ നമുക്ക് ഇതിൽ ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഇപ്പം 10 എടുക്കാം. 1 ഇൻറ്റു 10 4 ഇൻറ്റു 10. ഓക്കെ, 1000 എടുക്കാം. അതൊന്നും വിഷയമല്ല. നമ്മൾ ഒരേ നമ്പർ കൊണ്ട് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് കിട്ടിയ ആൻസറൊക്കെ ഒന്ന് വൃത്തിക്ക് എഴുതിയാലോ? ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ആദ്യം നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 2/8 കിട്ടി. പിന്നെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 3/12 കിട്ടി. പിന്നെ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 4/16 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/4ഉം ചെയ്തു. ഇനി നമുക്ക് അടുത്ത പേജ് നമ്പർ അടുത്ത പേജിലാണ് ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. ആ പേജ് നമ്പർ 24 കഴിഞ്ഞു. ഇനി 25, പേജ് നമ്പർ 25. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് ഓഫ് ദ പെയർ ഓഫ് ഫ്രാക്ഷൻ ബിലോ ഫൈൻഡ് 3 ഫോംസ് ഓഫ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. സെയിം ഡിനോമിനേറ്റർ തന്നെ ആവണം, അതാണ് കണ്ടീഷൻ. ഓക്കെ, 1/2 1/3. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പെയർ 1/2ഉം 1/3ഉം ആണ്. അത് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ പെയറിനെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, 1/2ഉം 1/3ഉം ആണ്. 1/2 1/3. ഓക്കെ, അപ്പോൾ 2ഉം 3ഉം കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ്? 6 ആണ് അല്ലേ? നമ്മൾ 2ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കിയാൽ 2ൻ്റെ നമ്മൾ
മൾട്ടിപ്പിൾ ടേബിൾ എടുത്താൽ 2 കഴിഞ്ഞിട്ട് പിന്നെ 4 പിന്നെ 6. 3ൻ്റെ കഴിഞ്ഞുണ്ട്. 3ൻ്റെ നമ്മൾ നോക്കിയാൽ 3 2 ഇൻറ്റു 3 6. അപ്പോൾ 6 ആണല്ലേ ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് ഏത് വരും? 6 ആയി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റത്തെ 1/2 1/3. ഓക്കെ, അപ്പോൾ 6 ആണ് നമുക്ക് ഡിനോമിനേറ്റർ വരിക അല്ലേ. കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 1/2 ഇവിടെ 6 കിട്ടണേ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു 3 3 2 ഇൻറ്റു 3 6 അത് ഇവിടെ കിട്ടി. ഇനി 1/3നെ നമുക്ക് നോക്കാം. 3ക്ക് 6 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 3 ഇൻറ്റു 2 6. അപ്പോൾ 1 ഇൻറ്റു 2 2. അപ്പോൾ എത്രയാണ്? 2/6. 3/6 2/6. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാവും. 1/2 1/4. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾസ് ചെയ്ത് നോക്കുകയാണ്. 2ൻ്റെ മൾട്ടിപ്പിൾസ് വരുമ്പോൾ 2 അങ്ങനെ 4 അങ്ങനെ പോകുന്നു. 4ൻ്റെ വരുമ്പോൾ 4. അപ്പോൾ 4 ആണ് കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. ഡിനോമിനേറ്റർ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1/2 1/3ൻ്റെ ഒരു പെയർ കിട്ടി. എന്താണ് കിട്ടിയത്? 3/6ഉം അതേപോലെ തന്നെ 2/6ഉം. ഇനി അടുത്ത പെയർ നോക്കാം. നമ്മളോട് 3 ഫോംസ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ 3 ഫോംസ് ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അടുത്ത നമുക്ക് നോക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇൻറ്റു ചെയ്യുക? ഒരേ ഡിനോമിനേറ്റർ തന്നെ കിട്ടണം. അതായത് 2ൻ്റെയും 3ൻ്റെയും. അപ്പം നമുക്ക് 6 ആണല്ലോ കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് 12 ആയിരിക്കും. ഓക്കെ, 6ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്ത് നോക്കാം. 6 12 18 അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ 1/2. ഇനി അടുത്തത് നമുക്ക് 12 ആണ് കിട്ടേണ്ടത്. 12 കിട്ടണമെങ്കിൽ 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ അടുത്ത ഫോം ഏതാണ്? 6/12. ഓക്കെ ഓക്കെ, ഇനി 1/3നെ നോക്കാം. 1/3ന് 12 കിട്ടണമെങ്കിൽ നമ്മൾ 3 ഇൻറ്റു 4. ഓക്കെ, 1 ഇൻറ്റു 4 1 ഇൻറ്റു 4 4 3 ഇൻറ്റു 4 4/12 കിട്ടി. ഇനി അടുത്ത പെയർ നോക്കാം. 3 പെയറാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി 1/2 1/3 നമ്മൾ 6 12 ഇനി 18 വെച്ച് നോക്കാം. 1/2 18 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2നെ 9 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1നെ 9 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 9/18. ഇനി ഇവിടെ 18 കിട്ടണമെങ്കിൽ നമ്മൾ 6 3 ഇൻറ്റു 6 18 1 ഇൻറ്റു 6. അപ്പം 9/18 6/18. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ആദ്യത്തെ പെയർ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ആദ്യത്തെ ആൻസറിൻ്റെ പെയർ ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 3/6ഉം അതേപോലെ തന്നെ 2/6ഉം. പിന്നെ നമ്മൾ 6 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പം നമുക്ക് 6/12ഉം കിട്ടി. അതേപോലെ തന്നെ 4/12ഉം കിട്ടി. പിന്നെ നമ്മൾ 9 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 9/18ഉം കിട്ടി. അതേപോലെ തന്നെ 6/18ഉം കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇതേപോലെ തന്നെ 1/2ഉം 1/4ഉം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്തായിരിക്കും? 2 ആണല്ലേ കിട്ടിയത്. 2ഉം 4ഉം ആണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇത് 4 ആയിരിക്കുമല്ലേ. 2ലും 4ലും കോമൺ ഏതാണ്? 4 ആണ്. അതായത് 4ന് നമുക്ക് 2ലും ഇൻറ്റു ചെയ്യാം. 4ന് 4. ഓക്കെ, അപ്പോൾ 1/2 4 കിട്ടണമെങ്കിൽ ഇൻറ്റു 2 അല്ലേ, ഇൻറ്റു 2. അപ്പം 1 ഇൻറ്റു 2 2/4 ആദ്യത്തെ ഫോം കിട്ടി. ഇനി 1/4 1/4 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പം 1/4 ആദ്യത്തെ ഫോം അങ്ങനെ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫോം നോക്കാം. രണ്ടാമത്തേത് നമുക്ക് 8 കിട്ടണം. 1/4ഉം 1/2 ആണല്ലോ അല്ലേ. ഇനി നമുക്ക് 4 8 12 ഇതേ ഉള്ളൂ നമുക്ക് രണ്ടായിട്ട് കോമൺ ആയിട്ട് വരുന്നത്. 4 ആണല്ലോ നമുക്ക് ആദ്യം കിട്ടിയത്. അപ്പം നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്ത് ചെയ്യണം. അതാണ് ഇതിൻ്റെ ട്രിക്ക്. ഓക്കെ, 1/2 1/4. അപ്പം നമുക്ക് ആദ്യം നമുക്ക് 4 ആണ് കിട്ടിയത്. അപ്പം 4 8 12 ഇതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്റർ. 3 ഫോമിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഫോം നമ്മൾ എഴുതി കഴിഞ്ഞു ഓൾറെഡി. ഇനി നമുക്ക് 8 കിട്ടണം. ഓക്കെ, നമ്മുടെ ഡിനോമിനേറ്റർ നമുക്ക് 8 കിട്ടണം. ഓക്കെ, 1/2നെ
8 കിട്ടാൻ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4/8. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് 1/4 ആണ്. 1/4നെ നമ്മൾ എന്ത് ചെയ്യണം? 8 കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 2 2/8. അപ്പോൾ നമ്മുടെ അടുത്ത ഫോം എന്താണ്? 2/8ഉം അതേപോലെ തന്നെ 4/8ഉം. ഓക്കെ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഫോം ഇത് തന്നെ. അപ്പോൾ നമ്മൾ 4ഉം 8ഉം ഇനി അടുത്ത 12 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ 1/2ന് 12 കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 6 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 6 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 6/12 കിട്ടി. ഇനി അടുത്ത 1/4. 1/4 12 കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം എത്രയാണ്? 3/12. അപ്പം ഡിഫറെൻറ്റ് ഫോംസ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തേത് 1/3ഉം 1/4ഉം ആണ്. 3ൻ്റെയും 4ൻ്റെയും നമുക്ക് എങ്ങനെ നോക്കാം? ആദ്യത്തെ നോക്കിയാൽ മതി. 3ഉം 4ഉം ആണല്ലേ. അപ്പോൾ ഒരേ ഡിനോമിനേറ്റർ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 3ഉം 4ഉം വരുമ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മളിങ്ങനെ എഴുതി നോക്കാം. 3 6 9 12. 4ൻ്റെ എഴുതുമ്പോൾ 4 8 12. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ ഏതാ വരുന്നത്? 12 ആണല്ലേ. അപ്പോൾ നമുക്ക് 12 വെച്ച് ചെയ്യാം. ഓക്കെ. 12 ആകുമ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 12 ഒരു ഡിനോമിനേറ്റർ ആണ്. പിന്നെ 12ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എഴുതേണ്ടത്. 24 ഒരു ഡിനോമിനേറ്റർ ആണ്. പിന്നെ 48 ഒരു ഡിനോമിനേറ്റർ ആണ്. അങ്ങനെയാണ് നമ്മൾ 48 അല്ല, നമുക്ക് 12 24 48 പ്രശ്നമില്ല. അതിൻ്റെ അടുക്ക് 36 വരുന്നുണ്ട്. 36. ഓക്കെ. 48 നമുക്ക് എഴുതാം, പക്ഷെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റ്, ഏറ്റവും ചെറിയ നമ്പർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം 12 24 36. ഓക്കെ. അപ്പം 12 ആണ് നമ്മൾ ആദ്യം കണ്ടത്. 1/3 അല്ലേ? 12 ആണ് നമുക്ക് കാണേണ്ടത്. 1/3നെ 12 കിട്ടാൻ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? നമ്മൾ 12 കിട്ടാൻ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 3/4 12 1/4. അപ്പോൾ 4/12 കിട്ടി. ഇനി 1/4ൻ്റെ നമ്മൾ എടുക്കാന്ന് വെച്ചാൽ അതും നമുക്ക് 12 കിട്ടണം. ഓക്കെ. അപ്പോൾ 12 കിട്ടണമെങ്കിൽ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 12 കിട്ടി. അപ്പോൾ നമ്മൾ 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പെയർ കിട്ടി. എത്രയാണ്? 4/12ഉം 3/12ഉം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പെയർ നമുക്ക് കണ്ടുപിടിക്കണം. 1/3 1/4 നമ്മൾ എഴുതി. ഇനി അടുത്ത നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് 24 ആണ് അല്ലേ? അപ്പോൾ 24 കിട്ടണമെങ്കിൽ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 12 കൊണ്ട് ഇൻറ്റു 3നെ 24 കിട്ടണമെങ്കിൽ നമ്മൾ നമ്മൾ 3നെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ 1നെ നമ്മൾ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് 3 × 8 24, 1 × 8 8. അപ്പോൾ 1/3ൻ്റെ 24 കിട്ടി. ഇനി 1/4ഉം ഇതേപോലെ തന്നെ നമുക്ക് 24 കിട്ടണം. 24 കിട്ടണമെങ്കിൽ നമ്മൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേപോലെ 1നെ നമ്മൾ ഇൻറ്റു ചെയ്യണം. 4 × 6 24, 1 × 6 6. അപ്പോൾ നമ്മുടെ പെയർ എത്ര കിട്ടി? 8/24 6/24. ഇനി നെക്സ്റ്റ് നമ്മൾ 36 അല്ല പറഞ്ഞത്. അപ്പോൾ 1/3 എഴുതി, 1/4 എഴുതി. നമുക്ക് 36 ആണ് ഡിനോമിനേറ്റർ കിട്ടേണ്ടത്. 3നെ 12 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് ഡിനോമിനേറ്റർ 36 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയും ഒറ്റക്ക് വിടാൻ പാടില്ല. 1നെയും നമ്മൾ 12 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 12/36. ഇനി 1/4ൻ്റെ കേസ് എടുക്കാന്ന് വെച്ചാൽ 36 കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4നെ 9 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 4 × 9 36. അപ്പം 1നെ നമ്മൾ 9 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 9/36. ഓക്കെ. അപ്പോൾ 12/36 9/36. അപ്പം 3 ഡിഫറെൻറ്റ് പേരും 3 എണ്ണത്തിന് കിട്ടിയല്ലോ. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1/3 ഹാവ് അനദർ ഫോം ഓഫ് വിത്ത് ഡിനോമിനേറ്റർ 10, 100 or 1000. അപ്പോൾ 1/3ക്ക് ഡിനോമിനേറ്റർ ഉണ്ടാവുമെന്ന്? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം 1/3 എന്ന് പറയുമ്പം 3 ആണല്ലോ. 3ൻ്റെ ഡിനോമിനേറ്റർ 100 ഡിനോമിനേറ്റർ ആയിട്ട് വരുമെന്ന് ചോദിച്ചാൽ 100 നമുക്ക് ഒരിക്കലും 3നെ ഇൻറ്റു ചെയ്തിട്ട് നമുക്കൊരു കറക്റ്റ് നമ്പർ അവിടെ 100 കിട്ടില്ല അല്ലേ? അപ്പോൾ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ 3 6 9 12 15 16 15 18
21 ഇതിൽ ഇങ്ങനെ പോകുന്നു. ഇതിലെവിടെയെങ്കിലും ഒരു 0 നമ്മളെവിടെയും കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്താണ്? ഒരിക്കലും വരില്ല. 100ഓ അല്ലെങ്കിൽ 10ഓ 1000ഓ വരില്ല. അപ്പം നമുക്ക് എന്താ, വി കനോട്ട് റൈറ്റ് ദ നമ്പേഴ്സ് 10, 100, 1000 ആസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 3. മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിട്ട് നമുക്ക് 10നെയോ 100നെയോ 1000നെയോ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഡിനോമിനേറ്റർ 100 ഒന്നും വരില്ല. അപ്പോൾ ഡിനോമിനേറ്റർ എങ്ങനെ വരിക നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡിനോമിനേറ്റർ വരണമെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ് തന്നെ വേണം. 2ൻ്റെ മൾട്ടിപ്പിൾസും 3ൻ്റെ മൾട്ടിപ്പിൾസും തന്നെ വരണം. അതിൽ കോമൺ ആയിട്ടുള്ളതാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരിക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് Goodbye. പേജ് നമ്പർ Goodbye. 26 Goodbye. കാണാം. താങ്ക് യു.